അതെ അഹമ്മദ് ഈ പോലെ ഈ ദുബായ് റിയൽ എസ്റ്റേറ്റിലെ ഈ മറ്റേ എമിറേറ്റ്സ് റിയൽ എസ്റ്റേറ്റ് ആണല്ലോ പേര് കേട്ടേക്കുന്നത് അതൊക്കെ എങ്ങനെ? അതായത് ഇപ്പം എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ ആ കൂടെ 4114 സ്ക്വയർ കിലോമീറ്റർ ഉള്ള പ്ലോട്ട്സ് മാത്രമേ ഉള്ളൂ. ദുബായിൽ ഓൾമോസ്റ്റ് പ്ലോട്ട്സുകളും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഓരോ ഡെവലപ്പേഴ്സിൻ്റെ കയ്യിലും ഉണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യുന്ന മറ്റ് എമിറേറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഉമ്മുൽ ശോഭ ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റാസൽ കൈമയിൽ BMW അങ്ങനെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് അവിടെ വരുന്നുണ്ട്. അപ്പം ദുബായിൽ ലിമിറ്റഡ് പ്ലോട്ട്സ് ആണുള്ളത്. അപ്പം ലിമിറ്റഡ് ആയതുകൊണ്ട് എന്താണ് അതിന് ഡിമാൻഡ് കൂടുതലാണ്. അതിനോട് പ്രൈസ് ഇൻക്രീസ് ആയി പോകുന്നുണ്ട്. അപ്പം നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു അത്യാവശ്യം പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴും ചാൻസ് ഒന്നും പോയിട്ടില്ല. വീണ്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ പൈസ ഉണ്ടാക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ചിന്തിച്ചാൽ മതി, ലിമിറ്റഡ് ആയിട്ടുള്ള സാധനത്തിന് എന്തായിരിക്കും അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടായിരിക്കും. അതിന് അതേ കണക്ക് പ്രൈസ് ഇൻക്രീസ് ആയി പോവുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ദുബായിൽ സപ്ലൈയും കുറവാണ്. അതുപോലെ ദുബായ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ടാണ് ദുബായ് റിയൽ എസ്റ്റേറ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആയി പോകുന്നത്. ഓക്കെ.